അനേകമില്ലെങ്കിലും ഒരു 5 പേരിനകത്തുണ്ട്. നിങ്ങളെല്ലാവരും ദൈവവേലയ്ക്ക് വേണ്ടി നിങ്ങൾ വരണമെന്ന് ദൈവനാമത്തിൽ നിങ്ങൾ ഓർമ്മിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഒരു സമയത്ത് ഇതിനൊരു വ്യക്തിയാണ്. നമ്മുടെ പ്രിയ ഭാഷ മോഹൻകുമാർ അവർ എന്നെ സപ്പോർട്ട് ചെയ്യുകയും ദൈവഭാഗത്തിലേക്ക് എന്നെ കൊണ്ടുവന്നത് മുഖാന്തരമാണ് ഇന്ന് ദൈവാലയത്തിൽ നിന്നുകൊണ്ട് ദൈവവചനം സംസാരിക്കുമ്പോൾ ദൈവം എന്നെ ഉപയോഗിച്ചത്. അതുപോലെ തന്നെ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഈ സഭയിൽ ഞങ്ങൾ മാറ്റപ്പെട്ടു പോയാൽ ഇവിടെ നിന്നുകൊണ്ട് ദൈവത്തിന്റെ വചനം സംസാരിക്കുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. അതുകൊണ്ട് വരുന്ന ആഴ്ചകളിൽ പാസ്റ്റർ ഇല്ലാത്ത ദിവസങ്ങളിൽ യുവജനങ്ങളിൽ നിന്ന് ഒരാൾ എൻ്റെ കൂടെ ഈ പുൽപ്പുറ്റിൽ ദൈവവേലയ്ക്ക് വേണ്ടി വരേണ്ടത് ഏറ്റവും ആവശ്യമായ ഘടകമാണ്. കാരണം നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാം, നിങ്ങൾക്ക് ഉപജീവനം ചെയ്യാം, അതോടൊപ്പം തന്നെ നമുക്ക് ദൈവവേലയും ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമാണ്. കാരണം ദൈവഭാഗത്തിൽ നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും എന്ത് നഷ്ടമില്ല, ഒരു നഷ്ടവും സംഭവിക്കില്ല. നിങ്ങളുടെ ആത്മീയ ജീവിതത്തിനും നിങ്ങളുടെ മുമ്പോട്ടുള്ള ജീവിതത്തിനും അത് ഏറ്റവും ഉപകാരമായി തീരും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. എല്ലാ ആഴ്ചയിലും ഞാൻ ഒരാളെ വെച്ച് വിളിക്കും. അത് ആരാണെന്ന് നിങ്ങൾ തീരുമാനിച്ചത് കറക്റ്റായിട്ട് വരേണ്ടത് ദൈവം നമുക്ക് അറിയിച്ചു കൊടുക്കും. ഇന്ന് അല്പനേരം ചിന്തക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന നിർവാഹം റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ ചിന്തക്കായി തിരഞ്ഞെടുത്തിരിക്കുക. അതിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. റോമർ ലേഖനം 12-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. അവിടെ ഇപ്രകാരമാണ് പറയുന്നത്: പൗലോസ്, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ചോ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് മതി. ഇന്ന് അതിന്റെ 1-2 വാക്യങ്ങളെ എടുത്തുകൊണ്ട് അതിൽ നിന്നും ചില കാര്യങ്ങളെയാണ് നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കുന്നത്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് തന്റെ ആഗ്രഹമെന്ന് നമുക്ക് മുൻപൊക്കെ നാം ചിന്തിച്ചു. തനിക്ക് റോമിൽ സുവിശേഷം പറയണമെന്നാണ് തന്റെ അതിയായ ഒരു ആഗ്രഹം. പക്ഷേ റോമിൽ തനിക്ക് ഒരിക്കലും സുവിശേഷം അല്ലാത്ത രീതിയിൽ പറയുവാൻ തക്കൊണ്ട് കഴിഞ്ഞില്ല. പക്ഷെ എങ്കിലും ഒരു തടവുകാരൻ എന്ന നിലയിൽ റോമർക്ക് എഴുതിയതായ ലേഖനം നമുക്ക് കാണാം, അല്ലേ? അപ്പൊ റോമർക്ക് അവൻ സുവിശേഷം പറഞ്ഞത് തടവിലായിരുന്നു കൊണ്ടാണ് സുവിശേഷം പറഞ്ഞത്. ഇവിടെ പറയുന്നതായ ആ വേദഭാഗങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ്. റോമ ലേഖനത്തിൽ നാം മൊത്തത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവത്തോട് എപ്രകാരമായിരിക്കണം, ആരാധന എങ്ങനെ ആയിരിക്കണം, നമ്മുടെ എങ്ങനെയാണ് ദൈവത്തെ നാം അംഗീകരിക്കേണ്ടത് എന്നുള്ളതെല്ലാം വ്യക്തമായി പറയുന്നതായ ഒരു ലേഖനമാണ് റോമാലേഖനം എന്ന് പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ് റോമക്കെഴുതിയ ലേഖനത്തിൽ ഇവിടെ പറയുന്നതായ പ്രധാനമായ വാക്യം ഇപ്രകാരമാണ്: സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നു. ഒന്നാമതായി ദൈവം ഏറ്റവും മനസ്സിലുള്ളവനാണ്, അല്ലെ? ദൈവം ഏറ്റവും മനസ്സിലുള്ളവനാണ്. കാരണം പൗലോസ് ഈ വാക്ക് ഉദ്ധരിച്ചതിന്റെ കാര്യമെന്ന് പറയുമ്പോൾ ഈ വചനത്തെ കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ പൗലോസിന്റെ ജീവിതത്തിൽ പൗലോസ് ആരായിരുന്നു എന്ന് നമുക്കറിയാം, അല്ലെ? താൻ ഒരു വലിയ ജൂത പണ്ഡിതനായിരുന്നു. ദൈവവചനങ്ങളെ കുറിച്ച് ആഴമായി പഠിക്കുകയും ക്രിസ്ത്യാനികളായി തീർന്നതായ വ്യക്തികളെ കൊല്ലുവാൻ തക്കവണ്ണമായി വന്നതായ ഒരു ബഹുഭാഷ പണ്ഡിതനായിരുന്നു പൗലോസ്. പക്ഷേ ദൈവത്തെ സ്വീകരിച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് വന്നതായ സമയം മുതൽ താൻ എങ്ങനെയായിരുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദയ മൂലമാണ് പൗലോസിന് ഈ ഒരു കൃപ, അല്ലെ, ഒരു സുവിശേഷം പറയുവാനുള്ളതായ ഒരു വ്യഗ്രത ഉണ്ടായത്. ആ ഒരു കൃപ ലഭിച്ചത് കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നൂടെയാണ് എന്ന് പൗലോസ് എടുത്തു പറയുന്നു. അതാണ് റോമക്കെഴുതിയ ലേഖനത്തിൽ താൻ വിജാതികളോടും യഹൂദന്മാരോടും സുവിശേഷം സംസാരിക്കുമ്പോൾ പറയുന്നത്. ആ വാക്യം എന്താണ് പറയുന്നത്? സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നത്, അല്ലെ? അപ്പോൾ ഏറ്റവും കൂടുതൽ ദയയുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ ഏത് പ്രയാസങ്ങളും നമ്മുടെ ഭാരങ്ങളും നമ്മുടെ ഏതൊരു പ്രയാസങ്ങളും നാം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നാം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനകൾക്കും നമ്മുടെ യാചനകൾക്കും മറുപടി തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം, അല്ലെ? അപ്പൊ വിജാതികളുള്ള മക്കൾ അത് മനസ്സിലാക്കണം. നമ്മൾ എങ്ങനെയായിരുന്നു കഴിഞ്ഞ ജീവിതങ്ങളിൽ, നാം യേശുവിനെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം എങ്ങനെയായിരുന്നു? നാം വിജാതികളായിരുന്നു, അല്ലേ? അതിനെക്കുറിച്ചാണ് നാം താഴോട്ടുള്ള വാക്യങ്ങൾ പറയുന്നത്, അല്ലെ? അതിനെ താഴോട്ട് നാം പറയുന്നത്, ഓർപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള
യാഗമായി സമർപ്പിക്കണം. ഇവിടെ ഒന്നാമത്തെ വാക്യത്തിൽ പറയുകയാണ് ആരാധനയെ കുറിച്ച് പറയുകയാണ്. എന്നാൽ എന്റെ വിഷയം ആരാധനയല്ല, ദൈവത്തോടുള്ള ബന്ധം എന്നുള്ള വിഷയത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ആരാധന എന്നത് ഒരു വലിയ ഒരു സബ്ജക്റ്റാണ്. എങ്ങനെ നാം ദൈവത്തെ ആരാധിക്കണമെന്ന്, എന്നാൽ ദൈവത്തെ ആരാധിക്കേണ്ടതായ ഒരു വ്യക്തി എങ്ങനെ ആയിരിക്കണമെന്നാണ് അതിന്റെ താഴോട്ടുള്ള ഭാഗങ്ങൾ നാം വായിക്കുന്നത്. ദൈവത്തെ ആരാധിക്കുന്നതായ വ്യക്തി എങ്ങനെയായിരിക്കണം? ഒന്നാമതായി ശരീരങ്ങളും ജീവനും വിശുദ്ധിയും. അതിനെ 3 ഭാഗങ്ങളായി നാം തിരിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നത്, ഒന്നാമത് ശരീരം കൊണ്ട് നാം എങ്ങനെ ആയിരിക്കണം. ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തി അവന്റെ ശരീരം കൊണ്ട് എപ്പോഴും ദൈവത്തോടു കൂടെ ആയിരിക്കണം. എങ്ങനെയായിരിക്കണം? നമ്മുടെ ശരീരം കൊണ്ട് നാം ദൈവത്തെ മാനിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. കാരണം ശരീരം എന്ന് പറയുന്നത് ദൈവം നൽകിയതായ ഒരു മന്ദിരമാണ്. നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത് ദൈവത്തെ സ്വീകരിക്കാതെ നമ്മുടെ മുൻകാല ജീവിതങ്ങൾ നാം നോക്കുമ്പോൾ നമ്മുടെ ശരീരങ്ങളെ നാം എങ്ങനെയാണ് നാം വിലയിരുത്തിയത്? അല്ലെ, നാം എങ്ങനെയാണ് വിലയിരുത്തിയത്? ഒരു രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ അവന്റെ ജീവിതത്തിൽ നോക്കുമ്പോൾ അവൻ എങ്ങനെയാണ് അവൻ ശരീരത്തെ നോക്കിയിരുന്നത്? ഒരു പക്ഷേ അവൻ മദ്യപിക്കുന്നവനായിരിക്കും, അവൻ കടവരാന്തകളിൽ ഇരിക്കുന്നവനായിരിക്കും, അവൻ പൊട്ടച്ചൊല്ലു പറയുന്നവനായിരിക്കും, മറ്റുള്ളതായ എല്ലാ രീതികളിലും ജീവിക്കുന്നവനായിരിക്കും. എന്നാൽ ദൈവത്തെ ആരാധിക്കേണ്ടതായ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവന്റെ ശരീരത്തെ അവൻ എങ്ങനെയാണ് ദൈവത്തോടു കൂടെ ആയിരിക്കണമെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, അല്ലേ? അപ്പോൾ ആരാധിക്കുന്നതായ വ്യക്തി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഒരു പ്രാധാന്യമുണ്ട് നാം മനസ്സിലാക്കുക. നമുക്ക് 1 കൊരിന്ത്യർ ലേഖനം 16-ാം അധ്യായം അതിന്റെ 19-20 വാക്യം വായിക്കുമ്പോൾ അവിടെ പ്രത്യേകിച്ച് നമുക്ക് കാണാൻ കഴിയും. 1 കൊരിന്ത്യർ 6-ാം അധ്യായം അതിന്റെ 19. ഇവിടെ പറയുന്നതാണ്, ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്, അല്ലേ? അപ്പോൾ നമ്മുടെ ശരീരത്തെ, രക്ഷിക്കപ്പെട്ടതായ ഒരു വ്യക്തിയുടെ ശരീരത്തെ എങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്? പരിശുദ്ധാത്മാവിന്റെ മന്ദിരം, അല്ലെ? ഇവിടെ കർത്താവായ യേശുക്രിസ്തു സ്വർഗ്ഗാരോഹണം ചെയ്തതായ സമയത്ത് ഞാൻ പോയതിനു ശേഷം ഒരു കാര്യസ്ഥത നിങ്ങളുടെ മേലായിരിക്കുമെന്ന് പറയുന്നു, അല്ലെ? അപ്പോൾ നമ്മുടെ ശരീരത്തിൽ രക്ഷിക്കപ്പെട്ട് ദൈവത്തോട് കൂടെ ജീവിക്കുന്നതായ ഒരു വ്യക്തി അവന്റെ ശരീരത്തിന് ദൈവം അപ്പോസ്തലനായ പൗലോസ് ഉപമിക്കുകയാണ് പരിശുദ്ധാത്മാവെന്ന ആ ഒരു മന്ദിരത്തോട് കൂടെ ഉപമിച്ചിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ പരിശുദ്ധാത്മാവ്. അതിന് താഴോട്ട് വായിക്കാം. ശരീരമാകുന്നുവെന്ന് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലല്ലോ, അല്ലേ? അപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച് നാം വന്നതിന് ശേഷം നമ്മുടെ പഴയകാല ജീവിതത്തിലേക്ക് നാം ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? നാം മടങ്ങിപ്പോകാൻ പാടില്ല. നമ്മുടെ ശരീരങ്ങൾ ദൈവം നൽകിയിരിക്കുന്ന മന്ദിരമാണ്. ആ മന്ദിരം, നമ്മുടെ ശരീരം പരിശുദ്ധമായി വസിക്കുന്നുവെങ്കിൽ നമ്മൾ വീണ്ടും മ്ലേച്ഛകരമായ ഒരു പാപപ്രവൃത്തിയെ നാം എന്ത് ചെയ്യാൻ പാടില്ല? നാം ചെയ്യാൻ പാടില്ല. ഇന്ന് രാത്രി നാം ചിന്തിച്ചതായ സംഗതിയാണ്, അല്ലേ? അവിടെ ദാവീദ് രാജാവ് എന്താണ് പറഞ്ഞത്? നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു, അല്ലെ? അപ്പം ഹൃദയത്തെ ദൈവം ശോധന ചെയ്താണ് അറിഞ്ഞിരിക്കുന്നത്. മനുഷ്യർ പല രീതിയിലും നമ്മുടെ ശരീരത്തെ കുറിച്ച് പറഞ്ഞു, അല്ലെ? പക്ഷേ ദൈവത്തിന്റെ മുമ്പാകെ, നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്നതായ ദൈവത്തിന്റെ മുമ്പാകെ നാം നമ്മുടെ ഹൃദയത്തെ തുറന്ന് നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ശരീരങ്ങളെ നാം എപ്പോഴും എങ്ങനെയാണ്? നാം ഒരു ദൈവത്തിന് അനുരൂപമായി വാങ്ങിയിരിക്കാൻ. എന്നാൽ ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. നമ്മെ എങ്ങനെയാണ് ദൈവം വിലയ്ക്ക് വാങ്ങിയത്? തന്റെ ഏകജാതനായ പുത്രനെ കൊടുത്തിട്ടാണ് ആരെ വാങ്ങിയത്? നമ്മെ ഓരോരുത്തരും, അല്ലേ? കാൽവരിയിൽ ക്രൂശിതനായ യേശു നമുക്ക് വേണ്ടി മരിച്ചത് കൊണ്ടാണ്, ആ വീണ്ടെടുപ്പിന്റെ രക്തം കൊണ്ടാണ് നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുത്തത്, അല്ലെ? അപ്പോൾ ദൈവം നമ്മെ വീണ്ടെടുക്കുമ്പോൾ നമ്മുടെ പാപപ്രവൃത്തികൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒരിക്കലും നാം മടങ്ങിപ്പോകരുത്. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത് നാം കാണാൻ കഴിയും. നമുക്ക് അതിൽ നിന്ന് റോമാലേഖനം 8-ാം അധ്യായം 9-ാമത്തെ വാക്യം കൊണ്ട് വായിക്കാം.
പൗലോസ് വീണ്ടും പറയുകയാണ്, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് എന്ന് വരികിൽ നിങ്ങൾ എന്തൊക്കെ മാറണം? ജഡസ്വഭാവം നിങ്ങൾക്ക് മാറണം. ജഡത്തിന്റെ സ്വഭാവങ്ങളൊക്കെ അറിയാം അല്ലേ? ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ ജഡസ്വഭാവങ്ങൾ മാറ്റി ആത്മസ്വഭാവം നമ്മൾ വരണം. അപ്പൊ ജഡത്തിന്റെ സ്വഭാവം നമ്മൾ മാറ്റി നിർത്തി, ജഡത്തിന്റെ സ്വഭാവം കന്മോഹം അല്ലേ, മറ്റുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ജഡത്തിന്റെ മോഹം നിന്ന് അതെല്ലാം മാറി ദൈവത്തിന് അനുരൂപമായ ദൈവ സ്വഭാവം നമ്മളിൽ വരണമെന്ന് പൗലോസ് ഇവിടെ പറയും. നമുക്ക് സദൃശ്യവാക്യങ്ങൾ 16-ാം അധ്യായം 6-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. സദൃശ്യവാക്യങ്ങൾ 6-ാം അധ്യായം. ഇവിടെ ദൈവം വെറുക്കുന്നതായ 6 കാര്യങ്ങളെ കുറിച്ച് പറയുന്നു. എന്താണ്? 7 കാര്യമാണ് അറപ്പാകുന്നു. ഒന്നാമതായി ഗർവമുള്ള കണ്ണ്, വ്യാജമുള്ള നാവ്, കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കൈ, ദുരുപയോഗം നിരോധിക്കുന്ന ഹൃദയവും, ദോഷത്തിന് ബന്ധപ്പെട്ട് ഓടുന്ന കാലും, ഫോഷ്കു പറയുന്ന കള്ളസാക്ഷ്യവും, അപ്പോൾ ഇത് പറയുന്നതായ കാര്യങ്ങളെല്ലാം എന്താണ്? ദൈവത്തിന് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ സഹോദരന്മാരും നമ്മളെല്ലാവരും ദൈവത്തിന്റെ ആലയത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അവിടെ എന്താണ് അർത്ഥവച്ചത്? വായിക്കാം. ശ്രദ്ധിക്കാം. 7 കാര്യം അറപ്പാകുന്നു. ഒന്നാമതായി ഗർവമുള്ള കണ്ണ്, വ്യാജമുള്ള നാവ്, ഹൃദയവും, ദോഷത്തിന് ബന്ധപ്പെട്ട് ഓടുന്ന കാലും, പറയുന്ന കള്ളസാക്ഷിയും, സഹോദരന്മാരുടെ ഇടയിൽ ശ്രദ്ധിക്കണം, സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവൻ തന്നെ അല്ലെ. അപ്പോൾ നമ്മുടെ സഭയിൽ നാം ഇരിക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കുന്നതായ സമയം നമ്മുടെ നാവുകൾ നാം എപ്പോഴും സൂക്ഷിക്കേണ്ടതാണ്. നമ്മുടെ നാവ് നാം സൂക്ഷിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. പഴയ നിയമ പുസ്തകത്തിൽ നാം പരിശോധിക്കുമ്പോൾ ദൈവത്തിന്റെ ആലയം പണി ചെയ്തതായ സമയത്ത് ദൈവത്തിന്റെ ആലയത്തിലെ ഓരോ കല്ലുകളും അടിച്ചുണ്ടാക്കുന്നതായ സമയം കല്ല് എവിടെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്? പുറത്ത്, പാളയത്തിന്റെ പുറത്തിട്ടാണ് അതിന്റെ അറ്റകുറ്റപ്പണികളിൽ സമണ്ടെല്ലാം തീർത്ത് ദൈവത്തിന്റെ ആലയത്തിൽ കൊണ്ടുവച്ചത്. എന്തിനാണ്? ദൈവത്തിന്റെ ആലയത്തിൽ അനാവശ്യമായ ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല. അവിടെ ദൈവത്തിന്റെ മന്ദിരമാണ് ദൈവത്തിന്റെ ആലയം. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നമ്മളെല്ലാവരും ദൈവത്തിന്റെ മന്ദിരം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ആലയത്തിൽ നാം ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ അനാവശ്യമായ ഒരു ശബ്ദവും മുഴങ്ങരുത്. ദൈവത്തെ ആരാധിക്കുമ്പോൾ അവിടെ യാഗമർപ്പണ സമയം അല്ലെ, യാഗപീഠത്തിൽ യാഗം പൊങ്ങിക്കൊണ്ടിരിക്കും. അവിടെ ദഹനയാഗങ്ങൾ നടക്കുന്നതായ പഴയ പുസ്തകത്തിൽ. പുതിയ നിയമത്തിൽ നാം വിശുദ്ധ ആരാധന നടക്കുമ്പോൾ നമ്മുടെ നാവിന്മേൽ മുഴങ്ങേണ്ടത് എന്താണ്? മുഴങ്ങേണ്ടത് സ്തോത്രയാഗങ്ങൾ നാം മുഴങ്ങേണ്ടതുണ്ട്. അപ്പോൾ ദൈവാലയത്തിൽ ദൈവത്തെ ആരാധിക്കാൻ വരുന്നവര് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളും നമ്മുടെ ലംഘനങ്ങളും നാം ദൈവത്തെ എങ്ങനെയാണ് അറിയിക്കുന്നത്? നാം സ്തോത്രയാഗം നാം ദൈവത്തോട് അർപ്പിക്കണം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നമുക്ക് മറുപടി ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ കണ്ണുനീരോടുകൂടി നിങ്ങൾ ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കണം. മനുഷ്യരോടല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. നമുക്ക് കണ്ണയെ കുറിച്ച് അറിയാം. കണ്ണെ എങ്ങനെയാണ് ചെയ്തത്? അവൾ വ്യസനപൂർവ്വം ദൈവത്തോട് പ്രാർത്ഥിച്ചു. കണ്ണു നിന്ന ഏരി പുരോഹിതൻ അവൾ വേറെന്തൊക്കെ തെറ്റിദ്ധരിച്ചു. എന്നാൽ നമ്മുടെ ജീവിതത്തിലും ദൈവിക ആരാധനയ്ക്ക് വരുമ്പോൾ നല്ലതുകൊണ്ടെങ്കിൽ പുറത്തു നിന്ന് നാം സംസാരിക്കുക. നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതായ കാര്യം ആരായാലും ഞാനായാലും ദൈവത്തിന്റെ ആലയം അത്രയ്ക്ക് വിശുദ്ധമുള്ളതാണ്. അവിടെ ദൈവിക സാന്നിധ്യമുള്ളതാണ്. ദൈവം നമ്മെ തിരഞ്ഞെടുത്തതാണ്. നമ്മുടെ ഹൃദയമാകുന്ന മന്ദിരത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധ പ്രവർത്തിക്കുന്നു. അവിടെ നമ്മൾ മലിനപ്പെടുത്താൻ ഒരിക്കലും പാടില്ല. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നാം ക്രമീകരിക്കേണ്ട കാര്യമാണ്. കാരണം നാം ദൈവത്തെ ആരാധിക്കാൻ വരുന്ന ഒരു ജനമാണ്. അവിടെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇവിടെ ദൈവം വസിക്കുന്നു അല്ലെ, ഇവിടെ ദൈവം വസിക്കുന്നു. നമുക്ക് നമ്മൾ വായിച്ചു കേട്ട റോമലേഖനം 12-ാം അധ്യായത്തിൽ താഴെ വരാം. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ
നിങ്ങൾ ശരീരങ്ങൾ അല്ലേ? അപ്പൊ നമ്മൾ ചിന്തിച്ചു വരുന്ന ഭാഗം നമ്മുടെ ശരീരങ്ങൾ. അപ്പൊ നമ്മുടെ ശരീരം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ്. നമ്മളെ ദൈവത്തിന് നാം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പഴയ ജീവിതത്തിലേക്ക് നാം ഒരിക്കലും തിരിഞ്ഞു നോക്കാൻ പാടില്ല. ചില വ്യക്തികളെ എനിക്ക് 2-3 ഫ്രണ്ട്സ് ഉണ്ട്. 2-3 ബന്ധക്കോസ് ഫ്രണ്ട്സാണ്. അവർ ഭയങ്കര വിശ്വാസിയാണ്. അവർ ഇടക്കിടയ്ക്ക് ചില കാര്യങ്ങൾ തർക്കിക്കുമ്പോൾ അവരോട് ഇത് പറയും, എന്നെ കുറിച്ച് നിനക്ക് അറിഞ്ഞൂടാ, ഞാൻ പണ്ട് ഇങ്ങനെയുള്ള ഒരാളായിരുന്നു. സത്യം, ഞാൻ തമാശ പറയുന്നതല്ല. അവരുടെ ജീവിതം പറയുന്നത്, ഞാൻ പണ്ട് എങ്ങനെയായിരുന്നു നിനക്ക് അറിയാമോ, ഇങ്ങനെയെങ്കിൽ ഞാൻ അവനെ ഇപ്പോൾ ഞാൻ കാണിച്ചു കൊടുക്കുമായിരുന്നു. പഴയ മനുഷ്യൻ മരിച്ചിട്ടില്ല. നമ്മൾ ഒരിക്കലും നമ്മൾ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായാൽ നമ്മളെല്ലാം പുതിയതായി എന്ന് പറയും. നമ്മുടെ പഴയ ജീവിതത്തിലേക്ക് നാം പോകുമ്പോൾ അല്ലേ, നമുക്ക് പോകാൻ പാടില്ല. എന്നാൽ നാം ആ വഴിയെ നാം പോകുമ്പോൾ നമ്മൾ പറയേണ്ടത് കാര്യമുണ്ട്. എന്ത് പറയണം? കഴിഞ്ഞ കാലങ്ങളിൽ നീ എന്നെ ഇടയ്ക്ക് വേണമെങ്കിൽ ഇന്ന് എന്റെ മേൽ അധികാരമുള്ള ദൈവമാണ് വഴി നടത്തുന്നത് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞ വഴി പോകണം അല്ലേ? അങ്ങനെ നമ്മൾ വീണ്ടെടുക്കുന്ന ഒരു ദൈവത്തിന്റെ മുമ്പിലാണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ ശരീരങ്ങളെ നാം ഏറ്റവും ദൈവസന്നിധിയിൽ അർപ്പിച്ചുകൊണ്ട് നാം വിശുദ്ധ ആരാധനയിലേക്കു. നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്ന ദൈവമാണ്. അവനെ ആരാധിക്കുന്നവർ അങ്ങനെ നമ്മൾ ആരാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തുണ്ടാകും? നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം മാനിക്കുമെന്ന് നമുക്ക് കാണുന്നത്. നമുക്ക് റോമാലേഖനം 6-ാം അധ്യായം 13-ാമത്തെ വാക്യം വായിക്കാം. 6:13. റോമാലേഖനം 6:13. ഇവിടെ ദൈവം പറയുന്നത് നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും വരുന്നു അല്ലേ? അപ്പൊ നമ്മുടെ അവയവങ്ങളെ നാം എന്തിനു വേണ്ടി സമർപ്പിക്കരുത്? അനീതിയുടെ ആയുധമായി നാം സമർപ്പിക്കരുത്. കർത്താവായ യേശുക്രിസ്തു ഗിരിപ്രഭാഷണം പറഞ്ഞതായ സമയത്ത് അവിടെ പറയുന്നതായ ഒരു വാക്യമുണ്ട്, നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ നിന്റെ കണ്ണ് ചൂഴ്ന്നു കളഞ്ഞിട്ട് നീ ഒറ്റക്കണ്ണനായി സ്വർഗ്ഗരാജ്യത്തിൽ പോകുന്നത് ഏറ്റവും നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒറ്റക്കണ്ണനായിട്ട് പോയിട്ട് നമ്മുടെ വലതു കൈകൊണ്ട് പാപം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഒറ്റക്കണ്ണ് പോയതിന് നല്ല പ്രയോജനമുണ്ടോ? ഒരിക്കലും ഇതല്ലേ. അതല്ല, നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ ആത്മീയ ജീവിതത്തിന് നമുക്ക് എന്ത് തടസ്സമായി നിൽക്കുന്നോ അതിൽ നിന്ന് നാം മാറി നിൽക്കുക. നമ്മുടെ തെറ്റായ കൂട്ടുകെട്ടുകളുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയുക, എന്ത് പറയുക? നിങ്ങൾ അവരുടെ കൂട്ടുകെട്ടിൽ നിന്ന് മാറി നിങ്ങൾ നടക്കുക. നിങ്ങൾ അല്ലാത്ത വഴികളിൽ പോകാതെ നിൽക്കുക. ആ വഴി പോകാത്തത് നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നമുക്ക് വേറെ വഴി പോകാം. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റായ കൂട്ടുകെട്ടിൽ അകപ്പെടാതെ വേണം നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ വഴികൾ എന്ത് ചെയ്യുക? സൂക്ഷിച്ച് നിങ്ങൾ പോവുക എന്ന് ദൈവത്തിൽ പറയുന്നു. അപ്പോൾ ഏറ്റവും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യമുണ്ട്. അതിനെക്കുറിച്ച് ഇവിടെ തന്നെ റോമാലേഖനത്തിൽ പറയുന്നു 12-ാമത്തെ വാക്യം ഒന്ന് പറയാം. ഒരു ശരീരത്തിൽ പല അവയവങ്ങളുണ്ടല്ലോ, എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ലതാണ് അല്ലെ? ഇവിടെ പൗലോസ് പറയുന്നത് എന്താണ്? ഒരു ശരീരത്തിൽ പല അവയവങ്ങളുണ്ട്. നാം എല്ലാവരും ആരാണ്? ഒരു ശരീരത്തിന്റെ പല അവയവങ്ങളാണ് അല്ലെ? ക്രിസ്തുവാകുന്ന ശരീരത്തിന്റെ പല അവയവങ്ങളാണ് നാം ഓരോരുത്തരും. അപ്രകാരം നമ്മൾ ഓരോരുത്തരും ഓരോ അവയവങ്ങളായിരിക്കുമ്പോൾ ഓരോരോ അവയവത്തിൽ എന്തുണ്ട്? ഓരോരോ പ്രവൃത്തിയുണ്ട് അല്ലേ? ആ വചനത്തിൽ പറയുന്നു. അപ്പം ശരീരമാകുന്ന നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾക്ക് ഓരോന്നിനും ഓരോ പ്രവൃത്തിയുണ്ട്. അതുപോലെ തന്നെ ദൈവാലയത്തിലായിരിക്കുന്ന ഓരോ വിശ്വാസികൾക്കും എല്ലാവർക്കും പ്രസംഗിക്കാനുള്ള കഴിവ് കാണില്ല, എല്ലാവർക്കും സുവിശേഷം പറയുവാനുള്ളത് കഴിയില്ല, എല്ലാവർക്കും നാക്ക് കൊടുക്കേണ്ടതായ കഴിവില്ല അല്ലെ? പലർക്കും പല രീതികളിലുള്ള കഴിവുകൾ ഉണ്ടാകും. അതെല്ലാം നമ്മൾ കൂടി വരുമ്പോൾ നമ്മളെല്ലാവരും ആരുടെ നാമത്തിലാണ്? ക്രിസ്തു യേശുവിന്റെ നാമത്തിലാണ്. നമ്മുടെ ശരീരം, നമ്മുടെ തലയാവുന്ന ദൈവത്തിന്റെ വേലയ്ക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതായ എല്ലാ കാര്യവും നമ്മുടെ നന്മയ്ക്കാണ്. നമ്മുടെ നന്മയ്ക്കാണെങ്കിലും അത് ദൈവനാമത്തിലാണ് നാം ചെയ്യുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് കാര്യം നാം ചെയ്താലും അത് വ്യസനിക്കാതെ നമ്മളെല്ലാം സന്തോഷത്തോടു കൂടി ദൈവത്തിന്റെ ആലയത്തിൽ ഒരുമിച്ച് ഒരുമലപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയമായിരുന്നു അല്ലേ? മുൻപൊക്കെ നമ്മൾ ഓരോ വിഷയങ്ങളെ വെച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് എല്ലാം അനുഗ്രഹങ്ങളെല്ലാം ലഭിച്ചു അല്ലേ? നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ലഭിച്ചു. നമ്മൾ പ്രാർത്ഥിച്ചത് എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് എല്ലാ അനുഗ്രഹം കിട്ടും. പക്ഷേ
ഇപ്പോൾ പുതിയ കാര്യങ്ങളൊന്നുമില്ല. എങ്കിലും നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ പ്രാർത്ഥന കുറവാണ്. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നമുക്കെപ്പോഴും നീ എന്ത് ചെയ്യുക? നാം പ്രാർത്ഥിക്കേണ്ടത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അല്ലേ, നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നമുക്ക് പ്രാർത്ഥിക്കാനുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അവലംബിക്കേണ്ടതായ കാര്യമുണ്ട്. എന്നാൽ രണ്ടാമതായി നാം ചിന്തിക്കുന്നത് അടുത്ത് ജീവനം എന്ന വിഷയത്തെ കുറിച്ചാണ് പറയുന്നത്. ഒന്നാമതായി നമ്മുടെ ശരീരങ്ങളെ നാം ക്രമപ്പെടുത്തി നാം അന്യൂപരാകാതെ നാം ജീവിക്കണം എന്ന് പറയുമ്പോൾ, രണ്ടാമതായി നമ്മുടെ ജീവനും നാം എപ്പോഴും എങ്ങനെയാണ്? ജീവൻ എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവാണ് അല്ലെ. അപ്പൊ ദൈവം നൽകിയതായ ജീവൻ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് നമ്മൾ വസിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് എപ്പോഴും നമ്മൾ എങ്ങനെയാണ്? ദൈവത്തോടു കൂടെ. ദൈവത്തിനെ ആരാധിക്കുന്നത് എങ്ങനെയുള്ളവരായിരിക്കണം? അവന് ആത്മാവിലും സത്യത്തിൽ നമസ്കരിക്കണം. അപ്പോൾ ആത്മാവിൽ നാം സംസാരിക്കുമ്പോൾ, ഞാനിപ്പോൾ പറയുന്നത് നമ്മൾ ജഡത്തിലായിരിക്കുമ്പോൾ ഒരു മനുഷ്യനോട് ഞാൻ പറയുകയാണ്, നീ അഴിച്ച് അവിടെ നിന്ന് പോകണം എന്ന് ഞാനൊരു വ്യക്തിയോട് പറഞ്ഞു. അവന്റെ മനസ്സിൽ പറയും നീ പോടാ എന്ന് പറയും. അവന്റെ ശരീരം ഇങ്ങനെ തന്നെ ഇരിക്കും, പക്ഷെ അവന്റെ മനസ്സെന്താണ് പറയുന്നത്? നീ പോടാ എന്ന് പറയും അല്ലെ. അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുന്നതായ ഓരോ മനുഷ്യന്റെ ഹൃദയവും അറിയുന്നതായ ദൈവമാണ് അല്ലെ. അപ്പോൾ നമ്മുടെ മനസ്സ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ്. നമ്മൾ ആരാധനയിൽ വന്നു, ആരാധനയിൽ പങ്കെടുത്തു, നല്ലൊരു ആരാധന നമുക്ക് ലഭിച്ചു. ഇവിടെ നാം ഇന്ന് ആരാധിക്കുന്നുവെങ്കിൽ നമ്മുടെ പലരെയും ചിന്ത നമ്മുടെ സഭാഭവന്റെ പ്രസംഗം തീർന്നുവെങ്കിൽ എങ്ങനെ പോകാം? തിരിച്ച് ഭവനത്തിലേക്ക് പോകാം എന്നുള്ളതായിരിക്കും. ഇനി പോയി അനേക കാര്യങ്ങളുണ്ട് എന്നെല്ലാം നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ ചിന്താ വിഷയം ദൈവത്തോടുള്ള ബന്ധമാണ്. ആരാധിക്കുന്നതായ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തെല്ലാം ആവശ്യമാണ്? നാം ആരാധിച്ചുകൊണ്ടൊരു കാര്യമില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെ ദൈവത്തോട് ആരാധിക്കണം? നമ്മൾ ജീവനുള്ളവരായിരിക്കും. നമ്മുടെ ശരീരങ്ങൾ ദൈവത്തോട് സമർപ്പിക്കണം. ഇവിടെ നാം പറയുമ്പോൾ നമ്മുടെ ജീവനും നമ്മുടെ പരിശുദ്ധാത്മാവ് ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ ആത്മാവും ദൈവത്തോടു കൂടെ ആയിരിക്കണം എന്ന് നമുക്ക് പറയുന്നു. ഇവിടെ എഫെസ്യർ ലേഖനം 4-ാം അധ്യായം 11-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. എഫെസ്യർ 4-ാം അധ്യായം 11-ാമത്തെ വാക്യം. ചിലരെ പ്രവാചകന്മാരായി, ചിലരെ സുവിശേഷകന്മാരായി, ചിലരെ വിനയന്മാരായി, ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയിൽ തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണ്ണതായ പ്രായത്തിന്റെ അളവ് പ്രാപിക്കുവോളം. ഞാൻ കർത്താവ് സാക്ഷികളിൽ പറയുന്നത് എന്തെന്ന്, ജാതികൾ തങ്ങളുടെ ബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. ഇവിടെ ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്തെന്നാൽ, ജാതികൾ തങ്ങളുടെ ബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കുന്നത് അല്ലേ. അപ്പോൾ നിങ്ങളുടെ മുൻപുള്ള ജീവിതത്തിൽ നിങ്ങൾ എങ്ങനെയാണ് നടന്നത് എന്നൊക്കെ പറഞ്ഞു അല്ലേ. പഴയകാല ജീവിതത്തിൽ നാം പല ജീവിത രീതിയിലൂടെ നടന്നതാണ്. കാരണം അങ്ങനെ നടന്നുവെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നാം വന്നതിന് ശേഷം, പരിശുദ്ധാത്മാവ് നമ്മളിൽ അധിവസിച്ചതിന് ശേഷം നാം ഒരിക്കലും എങ്ങനെ നടക്കാൻ പാടില്ല? ജാതികളെ പോലെ നടക്കാൻ പാടില്ല. കാരണം മുൻപ് കാലഘട്ടങ്ങളിൽ ഞാൻ ജാതികളെ പോലെ ജീവിച്ചവനാണ് അല്ലെ. പക്ഷേ ക്രിസ്തുവിന്റെ രക്തത്താൽ എന്നെ വീണ്ടെടുത്തവനാണ്. ആ വീണ്ടെടുപ്പിന്റെ വില കൊടുത്ത് എന്നെ വാങ്ങിച്ചപ്പോൾ എന്റെ ശരീരം കൊണ്ടും എന്റെ ആത്മാവ് കൊണ്ടും ഞാൻ ആരാധിക്കണം? ഞാൻ ദൈവത്തെ ആരാധിക്കണം. അപ്പോൾ ആത്മാവിനുള്ള ആരാധന ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ് അല്ലെ. ദൈവത്തിന്റെ ആത്മാവിനും ആരാധിക്കണമെന്ന് ഇവിടെ നമുക്ക് ആത്മാവിന്റെ താഴോട്ട് വായിക്കുമ്പോൾ 18-ാമത്തെ വാക്യം, അവർ അന്ധബുദ്ധികളായി അജ്ഞാനം നിമിത്തം ഹൃദയകാഠിന്യ നിമിത്തം തന്നെ ദൈവത്തിന്റെ ജീവനിൽ നിന്നും അകന്നു. ആകയാൽ ഇവിടെ ദൈവത്തിന്റെ ജ്ഞാനം ഗ്രഹിക്കാതെ വേണം അന്ധബുദ്ധികളായി അജ്ഞാനം നിമിത്തം ഹൃദയകാഠിന്യം. അപ്പോൾ ദൈവത്തിന്റെ ജ്ഞാനമില്ലാതെ അവരുടെ ഹൃദയങ്ങൾ കഠിനമാക്കി വീണ്ടും പഴയ ജീവിതത്തിലേക്ക് അവർ നയിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ജീവിതത്തിൽ നാം എങ്ങനെയായിരിക്കണം? നാം ദൈവത്തിന്റെ പരിജ്ഞാനത്തോട് കൂടി വേണം നാം ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കണമെന്ന്. നമുക്ക് 1 യോഹന്നാൻ 2-ാം അധ്യായം 15-ാമത്തെ വാക്യം
ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഇവിടെ എന്താണ് പറയുന്നത്? ലോകത്തെയും ലോകത്തിലുള്ളതെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹം ഇല്ല. അപ്പോൾ ഒരുത്തൻ ലോകത്തെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോകപരമായി നാം ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല? ദൈവത്തെ നമുക്ക് ഒരിക്കലും സ്നേഹിക്കാൻ കഴിയില്ല, അല്ലെ? അപ്പോൾ ദൈവത്തോട് നാം സ്നേഹിക്കണമെങ്കിൽ, ദൈവത്തോട് കൂടെ ആയിരിക്കണമെങ്കിൽ നാം ലോക സ്നേഹത്തിൽ നിന്നും അകന്ന് ജീവിക്കേണ്ടതാണ്. നമുക്ക് റോമാലേഖനത്തിന്റെ 12-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. എങ്ങനെയായിരിക്കണം? നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് ആശ്രയിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നാം ഉത്സാഹിക്കണം. നാം ഉത്സാഹിച്ച് ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കും, അല്ലെ? അപ്പോൾ നമ്മുടെ ആത്മാവ് എപ്പോഴും എങ്ങനെയുള്ളവരായിരിക്കണം? എരിവുള്ളവരായിരിക്കണം, അല്ലെ? നമുക്ക് ക്രിസ്തീയ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ എപ്പോഴും എരിവുള്ളവരായിരിക്കണം. നമ്മുടെ സഹവിശ്വാസികളും നമ്മുടെ കൂട്ടുകാരന്മാരും നമ്മുടെ പാസ്റ്റേഴ്സും അവരെല്ലാവരെ കുറിച്ചും നമ്മുടെ ജീവിതത്തിലും നാം ആത്മീയമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ നാം എപ്പോഴും എരിവുള്ളവരായിരിക്കണം. ദൈവത്തിന്റെ ആലയത്തെ കുറിച്ച് നമുക്ക് എരിവുള്ളവരായിരിക്കും, അല്ലെ? കർത്താവ് യേശു ക്രിസ്തു തന്നെ പറഞ്ഞതായ വാക്ക്, നിന്റെ ആലയത്തിനെ കുറിച്ച് ഉള്ള എരിവിനെ എന്നെ തിരിഞ്ഞു പറയുന്നു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന് തന്റെ ആലയത്തോടുള്ള ആ ഒരു എരിവ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമുക്കും എന്തുണ്ടായിരിക്കണം? നമ്മളുടെ ആത്മാവിൽ ദൈവത്തിന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവ്, അത് നമ്മുടെ ഹൃദയത്തിൽ ഏറ്റവും ആവശ്യമായ ഒരു കാര്യമെന്നാണ് ദൈവത്തിൽ നമ്മൾ പറയുന്നത്. നമുക്ക് കൊലോസ്യരുടെ ലേഖനം 3-ാം അധ്യായം അതിൽ 1 കൂടെ വായിക്കാം. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിൽ ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. ഇവിടെ നാം രക്ഷിക്കപ്പെട്ടു, നാം ദൈവത്തോട് കൂടെ നാം ആരാധിച്ച് എല്ലാം വരുമ്പോഴേക്കും ഈ ലോകത്തിൽ അനുഭവരാകാതെ നാം എന്ത് ചെയ്യണം? നാം ഉയരത്തിലുള്ള അന്വേഷിക്കണം, അല്ലെ? ഉയരത്തിലുള്ളതായ ദൈവം പറഞ്ഞതായ വാഗ്ദാനം നിലവിന് വേണ്ടി, അവന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി നാം എന്ത് ചെയ്യണം? നാം എപ്പോഴും ഒരുങ്ങിയിരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഇനി 2-3 കാര്യങ്ങൾ പറയാനുണ്ട്, എങ്കിലും ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് നമ്മുടെ ശരീരങ്ങളാണ്. നമ്മുടെ ശരീരം എപ്പോഴും ദൈവത്തിന് യാഗമായി നാം അർപ്പിക്കണം. അതിന്റെ കാരണം എന്ന് പറയുന്നത്, പഴയ നിയമത്തിൽ നാം യാഗമായി കൊടുത്തതായ ഒരാൾ, അല്ലെ? ആരാണ് തന്റെ മകനെ യാഗമായി കൊടുത്തതായ? അബ്രഹാം, അല്ലെ? അബ്രഹാമിനെ യാഗമായി അവിടെ കൊടുക്കാൻ വേണ്ടി ഇസഹാക്ക്, അല്ലെ? അവിടെ യാഗമായി വെച്ചതായ സമയത്ത് ദൈവം ഒരു വാക്ക് പറയായിരുന്നെങ്കിൽ അവിടെ എന്ത് ചെയ്യുമായിരുന്നു? ഞാൻ യാഗം കഴിക്കുകയായിരുന്നു. അപ്പോൾ ദൈവം യാഗം അവിടെ അനുഗ്രഹിച്ചു. അവൻ വിശ്വാസികളുടെ പിതാവെന്ന് പറയുവാൻ തക്കവണ്ണം പറയുന്നുണ്ട്. ആ യാഗം എന്ത് ചെയ്തില്ല? അവിടെ നടന്നില്ല. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ ഇവിടെ ഒരു യാഗം നടന്നു. ആരാണ്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് നമുക്ക് വേണ്ടി യാഗമായി തീർന്നത്. അവൻ യാഗമായി തീർന്നത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ഈ പാപത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചതായ ദൈവം അവൻ അറുക്കപ്പെട്ടു, അല്ലെ? ആ യാഗം അവിടെ പൂർണ്ണമാകണമെങ്കിൽ അവിടെ യാഗവസ്തു എന്ത് ചെയ്യണം? അത് അറുക്കപ്പെട്ട് നിൽക്കണം. നമ്മുടെ ദൈവം എന്ത് ചെയ്തു? അത് അറുക്കപ്പെട്ടു. വെളിപാട് പുസ്തകം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, അല്ലേ, എന്ത് ചെയ്തു? കർത്താവായ യേശു ക്രിസ്തു അറുക്കപ്പെട്ട കുഞ്ഞാടായി ദൈവ സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുന്നതായി കണ്ടു. അങ്ങനെ ദൈവം അവിടെ നമുക്ക് യാഗമായി എത്തുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്ന്, അല്ലെ, ഒരു പ്രത്യാശയുടെ അനുഭവത്തിലൂടെ നാം കടന്നു പോകുന്നത്. അങ്ങനെ നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് നല്ലൊരു ആരാധിക്കുവാൻ നമ്മുടെ ശരീരങ്ങളെ ആത്മാവിനെയും ബുദ്ധിയുള്ള ആരാധനയെ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.